ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മൂവാറ്റുപുഴ ചന്തയിലേക്കാണ്, അല്ലെങ്കിൽ മാർക്കറ്റ്. മൂവാറ്റുപുഴ ചന്തയിൽ ഈ കാണുന്ന ഒരു സ്ഥാപനമുണ്ട്, കരിക്കട. കരിക്കട്ട വിൽക്കുന്ന കട. നമ്മൾക്ക് കേൾക്കുമ്പോൾ പണ്ടൊക്കെ ചിരി വരുമായിരുന്നു. പക്ഷേ ഇന്ന് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കടകളാണ്. പണ്ടുകാലത്ത് കരി അധികവും ഉപയോഗിച്ചിരുന്നത് കൃഷി ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന കൊല്ലപ്പണിക്കാരായിരുന്നു. കൊല്ലപ്പണിക്കാരുടെയൊക്കെ തൊഴിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൃഷി ആയുധങ്ങളും ഒക്കെ ഇന്ന് യന്ത്രവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് അത്തരം ആയുധങ്ങൾ മൂർച്ച കൂട്ടേണ്ടതായ ആവശ്യങ്ങൾ കുറഞ്ഞതുകൊണ്ട് കൊല്ലപ്പണിക്കാരും അന്യം നിന്ന് പോകുന്നു. എന്നാൽ ഈ കരിക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. മറ്റൊന്നിനുമല്ല, ഇന്ന് ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണല്ലോ എല്ലാവരും. കോഴിയുടെ 36 തരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് കരി യഥേഷ്ടം ആവശ്യമാണ്. ഏത് ടൗണിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാലും കോഴി കരിഞ്ഞ മണങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. കോഴി മരിച്ചു കഴിഞ്ഞാൽ 36 പേരിൽ അവ അറിയപ്പെടും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് എന്ന ഒറ്റ പേരിൽ മാത്രമാണ് അറിയപ്പെടുക. അപ്പോൾ വിവിധ തരം കോഴികൾ ഉണ്ടാക്കാൻ വ്യത്യസ്ത തരം കരികളാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകം കരികളുണ്ട്. അതുപോലെ തന്നെ ഷർട്ടും മുണ്ടും തേക്കുന്നതിന് ചിരട്ടക്കരിയുണ്ട്, സാധാരണ കരിയുണ്ട്. അത് വയറിംഗ് ജോലികൾക്ക് എർത്തിങ് നടത്തുന്നതിനൊക്കെ കരികൾ ആവശ്യമാണ്. ഇങ്ങനെ വ്യത്യസ്ത തരം കരികൾ ഈ കടയിൽ സുലഭമാണ്. വിശാലമായ ഒരു കടയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറുതാണെങ്കിൽ പോലും അകം വിശാലമാണ്. കരികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൃഷിക്കും കരികൾ അത്യാവശ്യമായി ഉപയോഗിച്ചു വരുന്നു. ഓർക്കിഡ് പോലുള്ള ചില കൃഷിപ്പണികൾക്കൊക്കെ കരികൾ ആവശ്യമാണ്. അത്തരമൊരു ആവശ്യവുമായാണ് ഞാൻ കരി അന്വേഷിച്ച് ഒരാലയിൽ ചെല്ലുന്നത്. അദ്ദേഹമാണ് ഈ കട പറഞ്ഞു തന്നത്. എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം അന്യം നിന്ന് പോകാത്ത കേരളത്തിൻ്റെ കൾച്ചർ ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇത്തരം ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മൾ കരികൾ അന്വേഷിച്ച് നിങ്ങൾ വലയേണ്ടതില്ല. ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വ്യക്തമായി ഇതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അലി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. 60 വർഷമായി ഈ കട നടത്തിപ്പോരുന്നു. ഇദ്ദേഹം 35 വർഷമായി ഇത് നടത്തുന്നു. പിതാവിൻ്റെ പിതാവുമായി തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് ഈ കാണുന്ന കരിക്കട. ഇദ്ദേഹം തന്നെ 35 വർഷമായി എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇത്തരമൊരു സ്ഥാപനം അറിയുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കരിക്കട്ട ഉറമ്പരിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കരിക്കട്ട ഇല്ലെങ്കിൽ കോഴികൾ ചുടില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. അത്തരം ഈ കരിക്കട്ടയെക്കുറിച്ചും ഈ കരിക്കടയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. എവിടെയാണെങ്കിലും ഈ കരി ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മൂവാറ്റുപുഴ ചന്തയിലെത്തി കരിക്കട അന്വേഷിച്ചാൽ ഈ സ്ഥാപനം കണ്ടെത്താവുന്നതാണ്. ഇത് മൂവാറ്റുപുഴ മാർക്കറ്റിലെ മെയിൻ റോഡിന് അഭിമുഖമായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം പോരാ, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒരു ലൈക്ക് അടിക്കാൻ മടി കാണിക്കരുത്. കാരണം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവുമില്ല. അതിനാൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും അടുത്ത വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വരത്തേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.